ഹലോ എവരിവൺ, എല്ലാവർക്കും സൈലന്റ് ടീച്ചിങ് എക്സാംസിലേക്ക് സ്വാഗതം. കേട്ടറ്റ് കാറ്റഗറി 3 നാച്ചുറൽ സയൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ സിലബസ് അനുസരിച്ച് എല്ലാവരും സിലബസ് വെച്ചിട്ടാണ് പഠിക്കുന്നുണ്ടാവുക എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സിലബസിൽ അറിയാം, +1ലെയും +2ലെയും ചാപ്റ്റേഴ്സിന്റെ പേര് തന്നെയാണ് ഇങ്ങനെ നമ്മൾ സിലബസിൽ കാണാൻ പറ്റുന്നത് അല്ലെ. അപ്പോൾ ഈ ബോട്ടണി ഭാഗത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് പ്ലാന്റ് കിങ്ഡം എന്ന് പറയുന്നത്. കാരണം അവിടെ നമ്മൾ മെയിൻ ആയിട്ട് എല്ലാ പ്ലാന്റ്സിന്റെയും ക്ലാസിഫിക്കേഷൻ ആണ് പഠിക്കുന്നത്. അപ്പൊ ഈ പ്ലാന്റ് കിങ്ഡത്തിൽ എങ്ങനെയാണ് പ്ലാന്റ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, അതേപോലെ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒന്നാണ് ആൽഗെ എന്ന് പറയുന്ന ഒരു ഭാഗം. ആ ആൽഗേനെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്റ്റും ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റെഡി ആണല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. പ്ലാന്റ് കിങ്ഡം ഹെഡിങ് ആണ് പ്ലാന്റ് കിങ്ഡം അല്ലെ. സിലബസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇതേപോലെ കൊടുത്തിരിക്കുന്ന കാണാം. ഓക്കെ, അപ്പോൾ ഒരു ബോട്ടണി മെയിൻ എടുത്ത ആളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ടോപ്പിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഇങ്ങനെ ഫോളോ ചെയ്തു പോകും. പക്ഷെ സുവോളജിക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരുന്ന ഒരു ഏരിയ ആണിത്. അതേപോലെ തന്നെ സുവോളജിയിലുള്ള അനിമൽ കിങ്ഡം എന്ന് പറയുന്ന ഒരു ടോപ്പിക് വരുമ്പോൾ അവിടെ സുവോളജിക്കാർ കുറച്ചും കൂടെ കംഫർട്ട് ആയിരിക്കും, ബോട്ടണിക്കാർക്ക് അവിടെ പ്രയാസം ഉണ്ടാവും. ഓക്കെ, അപ്പൊ എന്തായാലും പക്ഷെ നമ്മൾ നാച്ചുറൽ സയൻസ് എന്ന് പറഞ്ഞ് പഠിക്കുമ്പോൾ ഈ ടോപ്പിക്കുകൾ അനിമൽ കിണ്ടായാലും പ്ലാന്റ് കിണ്ടായി കഴിഞ്ഞാലും ബോട്ടണി സുവോളജിക്കാർ എല്ലാവരും ഒരേപോലെ തന്നെ പഠിച്ചെടുക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. പ്ലാന്റ് കിങ്ഡം എന്ന് പറഞ്ഞാൽ അവിടെ സസ്യലോകം എന്നാണ് അർത്ഥം അല്ലെ. മലയാളത്തിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ സസ്യലോകം എന്നാണ്. ആ സസ്യലോകത്തിൽ എന്തൊക്കെ സസ്യങ്ങളുണ്ടോ എല്ലാവരെയും കൂടെ ചേർത്തുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക്കിന്റെ ഈ ഒരു ഹെഡിങ്ങിന്റെ അണ്ടറിൽ നമ്മൾ പഠിക്കാം. അപ്പൊ എല്ലാ സസ്യങ്ങളെയും കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഈ പറഞ്ഞിരിക്കുന്ന രീതിയിലാണ് പ്ലാന്റ് കിങ്ഡത്തിനെ ഡിവൈഡ് ചെയ്യാം. ആൽഗകൾ അല്ലെ, ആൽഗെ എന്ന് നമ്മൾ പറയുന്നു. അതുപോലെ ബ്രയോഫൈറ്റ്സ് എന്ന് പറയുന്ന കാറ്റഗറി ഉണ്ട്, ജിംനോസ്പേംസ് ഉണ്ട്, ആൻജിയോസ്പേംസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഈ ഡിവിഷൻ എന്ന് പറയുന്നത്. ഈ ഓർഡറിൽ തന്നെ പഠിക്കണമെന്ന് ചോദിക്കും ചിലർ. ഓർഡറിൽ തന്നെ പഠിക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഏറ്റവും പ്രിമിറ്റീവ് വെള്ളത്തിലൊക്കെ കാണുന്ന അക്വാട്ടിക് അല്ലെ, അത് മറൈൻ ഓർ ഫ്രഷ് വാട്ടർ. അപ്പോൾ വെള്ളത്തിൽ കാണുന്ന അക്വാട്ടിക് ആയിട്ടുള്ള ആൽഗകൾ, അത് കഴിഞ്ഞാല് ഈ വെള്ളം എന്ന് പറയുന്നതിൽ നിന്ന് മാറി കുറച്ചും കൂടെ ലാൻഡിലേക്ക് വളരാൻ പറ്റും. പക്ഷെ വാട്ടർ ഒഴിവാക്കാൻ പറ്റാത്ത, ജീവിക്കണമെങ്കിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഒക്കെ നടത്തണമെങ്കിൽ വാട്ടർ അത്യാവശ്യമായിട്ടുള്ള നമ്മളെ ബ്രയോഫൈറ്റ്സ് എന്ന് പറയുന്ന കാറ്റഗറി. അത് കഴിഞ്ഞ നെക്സ്റ്റ് ആണ് ടെറിഡോഫൈറ്റ്സ് അല്ലെ, പിന്നെയാണ് ജിംനോസ്പോം, ആൻജിയോസ്പോം. ഇങ്ങനെ ഓരോ വിഭാഗങ്ങളാക്കിയിട്ടാണ് നമ്മൾ തിരിക്കുക. അപ്പൊ ഈ ഓർഡറിൽ തന്നെ പറഞ്ഞു പഠിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആൽഗെ, ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ്. സ്റ്റാർട്ട് വിത്ത് പി ആണെങ്കിലും നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ടെറിഡോഫൈറ്റ്സ് ആണ് പറയാം. ജിംനോസ്പോം, ആൻജിയോസ്പോം എന്നിങ്ങനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. എന്തിനാണ്? പ്ലാന്റ് കിങ്ഡത്തിന്. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ഇതില് ആൽഗേനെ പറ്റിയുള്ള അത്യാവശ്യം സ്ഥിരമായിട്ട് കുറെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ആൽഗകളെ പറ്റി. അപ്പൊ ആൽഗേനെ പറ്റിയുള്ള ഇമ്പോർട്ടന്റ് ഫാക്ട് ഒക്കെ നമുക്കൊന്ന് നോക്കാം. അതിന്റെ മുൻപ് ഇവിടെ 1-2 പോയിന്റ് കൊടുത്തൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം. വി മസ്റ്റ് സ്ട്രെസ് ഹിയർ ദാറ്റ് our understanding of the plant kingdom has changed over time. Fungi and members of the Monera protista have cell wall have now been excluded from plant kingdom. അപ്പൊ നോക്കുക, നമ്മളെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ഭാഗമൊക്കെ പഠിക്കുമ്പോൾ അവിടെ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ലിനേയസിന്റെ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പഠിക്കുന്നതാണ് അല്ലെ. അപ്പോൾ ആ ലിനേയസ് ചെയ്തത് പ്ലാന്റ്സും എന്നും അനിമൽസ് എന്നും, കിങ്ഡം പ്ലാന്റ് എന്നും കിങ്ഡം അനിമാലിയ എന്നും മൊത്തത്തിലുള്ള ജീവികളെ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തത്. അവിടെ ലിനേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ കുറെ ഡ്രോബാക്സ് ഉണ്ടായിരുന്നു അല്ലെ. ലിനേഴ്സ് സെൽവോൾ ഉള്ള എല്ലാവരെയും പ്ലാന്റ്സിന്റെ കൂടെയാണ് ഇൻക്ലൂഡ് ചെയ്തത്. ജസ്റ്റ് സെൽവോൾ മാത്രം നോക്കിക്കൊണ്ട് ഫംഗസിന് സെൽവോൾ ഉണ്ട് അല്ലെ. ഫംഗസിനെ നോക്കുന്ന സമയത്ത് ലിനേഴ്സ് നോക്കുമ്പോൾ എങ്ങനെയാണ്? ഫംഗസിന്റെ കേസിൽ സെൽവോൾ കണ്ടു. ആ സെൽവോൾ നിർമ്മിച്ചിരിക്കുന്നത് കൈറ്റിൻ എന്നൊക്കെ പറയുന്ന ഒരു പദാർത്ഥം കൊണ്ടാണ് സെൽവോൾ നിർമ്മിച്ചിരിക്കുന്നത്. അതേപോലെ മൊനീറ ഗ്രൂപ്പിൽ വരിക എന്ന് പറഞ്ഞാൽ, മൊനീറ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ മെയിൻ ആയിട്ട് ബാക്ടീരിയ ഒക്കെ വരുന്ന ഗ്രൂപ്പാണ് അല്ലെ, ബാക്ടീരിയ. അത് നോക്കുന്ന സമയത്ത് അവിടെയാണെങ്കിലും എന്ത് കാണാണ്? പെപ്റ്റിഡോ ഗ്ലൈക്കൻ പോലെയുള്ള സാധനങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന എന്താണ്? സെൽവോൾ കാണാണ്. അപ്പൊ അതിനെ എടുത്തിട്ട് പ്ലാന്റ്സിന്റെ കൂടെ ഫിക്സ് ചെയ്തു അല്ലെ. അപ്പൊ ഇങ്ങനെ സെൽവോൾ ഉള്ള എന്ന് കാരണം കൊണ്ട് മാത്രം പ്ലാന്റിന്റെ കൂടെ ഇട്ടത് ഈ ലിനേഴ്സിന്റെ ക്ലാസിഫിക്കേഷന്റെ ഡ്രോബാക്ക് ആയിട്ടാണ് നമ്മൾ കേട്ടിട്ടുണ്ടാവുക. ലിനേഴ്സിനെ നിങ്ങൾക്ക് അറിയാം, 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്ത ആളാണ്, ഫാദർ ഓഫ് ടാക്സോണമി ആണ്, ബൈനോമിയൽ നോമൻക്ലേച്ചർ പ്രപ്പോസ് ചെയ്ത ആളാണ് അല്ലെ. അങ്ങനെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് ലിനേഴ്സ് എന്ന് പറയുന്ന ആളുടെ പേര്. അപ്പൊ ഈ ഡ്രോബാക്സ് എന്ന് പറയുമ്പോൾ ഇതിനെയൊക്കെ പിടിച്ച് പ്ലാന്റിന്റെ കൂട്ടത്തിൽ ഇട്ടു. എന്തുകൊണ്ടാണ്? ഓൺലി ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് സെൽവോൾ അല്ലെ, സെൽവോൾ കണ്ടിട്ട് മാത്രം. പക്ഷേ പ്ലാന്റ് സെൽവോൾ ഇസ് മെയ്ഡ് അപ്പ് ഓഫ്, പ്ലാന്റ്സിന്റെ സെൽവോൾ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? പ്ലാന്റ്സിന്റെ സെൽവോൾ ആണെങ്കിൽ നമുക്കറിയാം മെയ്ഡ് അപ്പ് ഓഫ് സെല്ലുലോസ്. ഓക്കെ, സെല്ലുലോസ്. പക്ഷേ ഇതിന്റെയൊക്കെ സെൽവോള് മറ്റുള്ള പദാർത്ഥങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചത്. അത് മാത്രമല്ല പ്ലാന്റ്സ് ആർ ഓട്ടോട്രോഫ്, സ്വന്തം ഫുഡ് ഉണ്ടാക്കാൻ കഴിവുള്ളവരാണ്.
അവരെ കൂട്ടത്തിലാണ് സ്വന്തം ഫുഡ് ഉണ്ടാക്കാൻ കഴിയാത്ത ഹെറ്ററോട്രോഫ് അല്ലെങ്കിൽ സാപ്രോഫൈറ്റ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന നമ്മളെ ഫംഗസിനൊക്കെ ആഡ് ചെയ്തത്. എന്തുകൊണ്ട് മാത്രം? സെൽ വോൾ കണ്ടിട്ട് മാത്രം. അതേപോലെ ബാക്ടീരിയനെയൊക്കെ പിടിച്ചിട്ട് എന്ത് ചെയ്യാണ്? പ്ലാന്റ്സിന്റെ കൂടെ ഇൻറ്റു. അതൊക്കെ ലിനേസിന്റെ ക്ലാസിഫിക്കേഷന്റെ കുറെ ഡ്രോബാക്സ് ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? റെഡി. അപ്പൊ നോക്കാം. സയനോ ബാക്ടീരിയ ദാറ്റ് ആർ ഓൾസോ റെഫേർഡ് ടു ആസ് ബ്ലൂ ഗ്രീൻ ആൽഗെ ആർ നോട്ട് ആൽഗെ എനിമോർ. അപ്പൊ ബാക്ടീരിയന്റെ കൂട്ടത്തിൽ തന്നെ വരുന്ന മറ്റൊന്നാണ് സയനോ ബാക്ടീരിയ, അല്ലെങ്കിൽ നമ്മൾ അവരെ എന്താ പറയുന്നത്? ബ്ലൂ ഗ്രീൻ ആൽഗകൾ എന്നാണ് പറയാം. ഇവര് ആൽഗെ എന്ന് എൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും ഇത് ആക്ച്വലി ആൽഗെ അല്ല, പ്ലാന്റ്സിന്റെ കൂട്ടത്തിലല്ല വരിക. ഇവരെ എന്തിന്റെ കൂട്ടത്തിലാണ് ഇൻക്ലൂഡ് ചെയ്യുക? മൊനീറയിൽ വരുന്നവർ തന്നെയാണ്. മൊനീറ എന്ന് പറഞ്ഞാൽ ആരുടെ കൂടെയാണ്? ബാക്ടീരിയന്റെ കൂടെ തന്നെയാണ്. ഓക്കെ, അപ്പൊ ആൽഗകൾ എന്ന് പറയുന്ന ഹെഡിങ് പഠിക്കുമ്പോൾ നമ്മൾ എന്തായാലും ബ്ലൂ ഗ്രീൻ ആൽഗകൾ എന്ന് കേൾക്കും. അപ്പൊ മനസ്സിലാക്കി വെക്കുക, ബ്ലൂ ഗ്രീൻ ആൽഗ എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയന്റെ പേരാണ്. സയനോ ബാക്ടീരിയ എന്നറിയപ്പെടുന്ന ബാക്ടീരിയ വിഭാഗത്തിന്റെ പേരാണ്. എന്തുകൊണ്ടാണ് ഇവരെ ഇങ്ങനെ പ്രത്യേകമായിട്ട് ആൽഗെ എന്നൊക്കെ ചേർത്ത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, നോർമലി ബാക്ടീരിയ ഹെറ്ററോട്രോഫിക് ആയിട്ടുള്ള ബാക്ടീരിയകളാണ്. പക്ഷേ പ്ലാന്റ്സിനെ പോലെ ഓട്ടോട്രോഫിക് ആയിട്ടുള്ള സ്വന്തം ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യാൻ കഴിയുന്ന ബാക്ടീരിയകളുണ്ട്. അവരെയാണ് നമ്മൾ സയനോ ബാക്ടീരിയ എന്ന് പറയാം. സോ പ്ലാന്റ്സിനെ പോലെ ബിഹേവ് ചെയ്യുന്നു, അതുകൊണ്ട് അവരെ ബ്ലൂ ഗ്രീൻ ആൽഗകൾ എന്നും കൂടെ വിളിക്കുന്നു. അവർ വെള്ളത്തിൽ ഇങ്ങനെ കളർ ചേഞ്ച് ഒക്കെ ഉണ്ടാക്കാൻ കാരണമൊക്കെ ആവുകയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് ബ്ലൂ ഗ്രീൻ ആൽഗകൾ എന്നൊക്കെ നമ്മൾ പേരിട്ട് അവരെ വിളിക്കുന്നത്. ഓക്കെ, പക്ഷെ മനസ്സിലാക്കുക, ദേ ആർ നോട്ട് ആക്ച്വലി ആൽഗെ. എന്തിനാ വരിക? മൊനീറ എന്ന് പറയുന്ന കിങ്ഡത്തിലാണ് വരിക. ആൻഡ് ദേ ആർ ബാക്ടീരിയലാണ് വരിക. അപ്പൊ പ്ലാൻ കിങ്ഡം എന്ന് പറയുന്ന ഹെഡിങ്ങിനുണ്ടല്ലേ, ഇത്രയാണ് പ്ലാൻ ഗ്രൂപ്പ് മെയിൻ ആയിട്ട് വരുന്നത്. നോട്ട് ചെയ്ത്, ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ആൽഗെ, ബ്രയോഫൈറ്റ്, സ്റ്റെറിഡോഫൈറ്റ്, ജിംനോസ്പോം, ആൻജിയോസ്പോം. ഓക്കെ, ഇനി ആൽഗേനെ പറ്റിയുള്ള 1-2 ഇമ്പോർട്ടന്റ് ഫാക്ട് നമുക്കൊന്ന് കണക്ട് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കാം. ആൽഗെ എന്ന് പറഞ്ഞാല്, ആൽഗകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പായലുകൾ അല്ലെ, ഈ ഒരു വാക്കൊക്കെ വരികയാണ്. വെള്ളത്തിൽ ഇങ്ങനെ കാണുന്ന ആൽഗകൾ. പക്ഷെ വെള്ളത്തിലുള്ള ആൽഗകളൊക്കെ വളരെ ചെറിയ സൈസ് ഒന്നുമല്ല, മൈക്രോസ്കോപ്പിക് ആയ ചെറുതുണ്ട്. പക്ഷെ 100 മീറ്ററോളൊക്കെ നീളത്തിൽ വളരാനും വെള്ളത്തിൽ കൂടെ പോകുന്ന കപ്പലിനൊക്കെ മറച്ചിടാൻ കഴിവുള്ള വലിയ വലിയ ആൽഗകളൊക്കെ ഉണ്ട്. പക്ഷേ ഫ്ലവർ ഉണ്ടാക്കാനോ ഒന്നുമുള്ള കഴിവ് അവർക്കില്ല. ഓക്കെ, യെസ്. അപ്പൊ നോക്കുക, ആൽഗെ ആർ ക്ലോറോഫിൽ ബിയറിംഗ്. എന്തായാലും പ്ലാന്റ് ഗ്രൂപ്പിൽ വരുമ്പോൾ എല്ലാവർക്കും ക്ലോറോഫിൽ ഉണ്ടാവും. ക്ലോറോഫിൽ ബിയറിംഗ് ആയിട്ടുള്ള സിമ്പിൾ താലോയിഡ് ഓട്ടോട്രോഫിക് ആൻഡ് ലാർജ്ലി അക്വാട്ടിക് ആയിട്ടുള്ള ഓർഗാനിസം ആണ്. ഓക്കെ, അപ്പൊ ക്ലോറോഫിൽ ഉണ്ട്. സിമ്പിൾ ആയിട്ടുള്ള പ്ലാന്റ് സ്ട്രക്ചർ ആണ് ഉണ്ടാവുക. അത് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ലീഫ് ഏതാണ്, സ്റ്റെം ഏതാ, റൂട്ട് ഏതാണെന്നൊന്നും എല്ലാ ആൽഗേന്റെ കേസിലും മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പൊ നമ്മൾ പ്ലാന്റ് ബോഡി എന്നൊക്കെ പറയുന്നതിന് പകരം അവരെ താലസ് അല്ലെ താലോയിഡ് എന്നാണ് പറയാ. ബട്ട് ദേ ആർ ഓട്ടോട്രോഫിക് ബിക്കോസ് ദേ ക്യാൻ സിന്തസൈസ് ദെയർ ഓൺ ഫുഡ് അല്ലെ. ലാർജ്ലി അക്വാട്ടിക് ആണ്, വെള്ളത്തിലാണ് കാണുക. വെള്ളത്തിൽ എന്ന് പറയുമ്പോൾ അത് ഫ്രഷ് വാട്ടറിലായിരിക്കാം അല്ലെങ്കിൽ മറൈൻ വാട്ടറിലായിരിക്കാം. ദേ ഒക്കർ ഇൻ എ വെറൈറ്റി ഓഫ് അതർ ഹാബിറ്റേറ്റ്. അപ്പൊ മറ്റുള്ള സ്ഥലത്തും കാണാം എന്ന് പറയും. വെള്ളത്തിൽ മാത്രം എന്നുള്ളതിന് പകരം മറ്റുള്ള സ്ഥലത്തും കാണാം. വെറൈറ്റി ആയിട്ടുള്ള സ്ഥലത്ത് മോയിസ്റ്റ് ആയിട്ടുള്ള സ്റ്റോൺ അല്ലെ, നനവോടിരിക്കുന്ന നനവുള്ള സ്റ്റോൺ, പാറയുടെ മുകളിലൊക്കെ കാണാം, കല്ലിന്റെ മുകളിലൊക്കെ കാണാം. ദെൻ സോയിൽ കാണാം, വുഡിന്റെ മുകളിലൊക്കെ ഈ ആൽഗേന്റെ ഗ്രോത്ത് കാണാം. സം ഓഫ് ദം ഓൾസോ ഒക്കർ ഇൻ അസോസിയേഷൻ വിത്ത് ഫംജി. ഫംഗസിന്റെ കൂടെ അസോസിയേഷൻ ആയിട്ട് ഉണ്ടാവും. ഫംഗസിന്റെ കൂടെ വളരുന്ന ആൽഗയ്ക്കാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? എന്ത് പേരിട്ടാണ് വിളിക്കുന്നത്? ലൈക്കനുകൾ എന്നാണ് പറയുന്നത് അല്ലെ. ഇമ്പോർട്ടന്റ് ആണ്. സിംബയോട്ടിക് ആയിട്ടുള്ള അല്ലെ മ്യൂച്വലിസം പോലുള്ള ഇന്ററാക്ഷൻ എക്സാമ്പിൾ ആണ് ലൈക്കൻ. ആൽഗയും ഫംഗസും തമ്മിലുള്ള ഇന്ററാക്ഷൻ ആണ് ലൈക്കൻ എന്ന് പറയാം. ചിലപ്പം വേറെ ചില എനിമൽസിന്റെ മുകളിലൊക്കെ വളരുന്നുണ്ടാവും. എനിമൽസ് ഒക്കെ പറയുമ്പോൾ നമ്മൾ സ്ലോത്ത്, ബെയറിന്റെ ഒക്കെ ആ രോമത്തിന്റെ മുകളിലൊക്കെ ആ ആൽഗ ഇങ്ങനെ പറ്റിപ്പിടിച്ച് വളരുന്നുണ്ടാവും. അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഹാബിറ്റേറ്റിലും ഇവർ വളരുന്നത് നമുക്ക് കാണാം. ഓക്കെ, ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, ഒരുപാട് പ്രാവശ്യം ചോദിച്ചതാണ്. ആൽഗ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു എല്ലാം വളരെ ചെറിയ ടൈപ്പ് പ്ലാന്റ് അല്ല, ചെറുതുണ്ട് വലിയതുണ്ട് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ചിലത് കോളനി ആയിട്ട് ജീവിക്കുന്നതുണ്ട്. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്, സ്ഥിരം ചോദിക്കുന്നതാണ്. കോളനി ആയിട്ട് ജീവിക്കുന്ന ആൽഗേന്റെ എക്സാമ്പിൾ ഒക്കെ ചോദിക്കും. ദ ഫോം ആൻഡ് സൈസ് ഓഫ് ആൽഗ ഈസ് ഹൈലി വേരിയബിൾ. ഫോമും സൈസ് ഒക്കെ വളരെ വ്യത്യാസമാണ്, എല്ലാവരും ഒരേപോലെയല്ല. റേഞ്ചിങ് ഫ്രം കൊളോണിയൽ ഫോംസ് ടു ഫിലമെന്റസ് ഫോം. കൊളോണിയൽ ഗ്രൂപ്പ് ആയിട്ട് താമസിക്കുന്ന ആൾക്കാരാണ്. അതിന് എക്സാമ്പിൾ ആണ് വോൾവോക്സ്. ഓക്കെ, വോൾവോക്സ് ബസ്സിന്റെ ഒക്കെ പേര് പോലെയാണ് അല്ലെ. വോൾവോ എന്നൊക്കെ പറയുമ്പോൾ ബസ്സിലൊക്കെ നമ്മൾ കോളനി ആയിട്ട് കുറെ ആൾക്കാരല്ലേ പോവാ, അങ്ങനെ ആലോചിച്ചാൽ മതി. കൊളോണിയൽ ആണ് വോൾവോക്സ് എന്ന് പറയുന്നത്. പിന്നെ എങ്ങനെയാണ് ഫിലമെന്റസ് ഫോം ആയിട്ട് കാണാം. ഫിലമെന്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വടി പോലെ, നീണ്ട് വടി പോലെ കാണാം. അതിന്റെ എക്സാമ്പിൾ ആണ് യൂലോത്രിക്സ്, സ്പൈറോഗൈറ എന്നൊക്കെ പറയുന്നത് ഇതിന്റെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, റെഡി അല്ലേ? പിന്നെ ഈ മറൈൻ ആയിട്ടുള്ള ചിലതിന്റെ പേര് ഇവിടെ പറയാണ്. അതിൽ എക്സാമ്പിൾ ആണ് കെൽപ്സ് എന്നൊക്കെ പറയുന്ന ആൽഗെ. ഓക്കെ, അതെങ്ങനെയാണ്? മാസീവ് പ്ലാന്റ് ബോഡിയാണ് എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ് ഒരു 100 മീറ്റർ, ഒരു ആൽഗെ തന്നെ ഒരു 100 മീറ്ററോളൊക്കെ നീണ്ടു കിടക്കുന്നുണ്ട്. അത്രയും വലിയ ബോഡിയും കാണാം. ഇതൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ചിത്രമാണ്. ഇതാണ് നമ്മളെ വോൾവോക്സിന്റെ ചിത്രം. ഓക്കെ, കൊളോണിയൽ ആയിട്ട് കാണുന്ന വോൾവോക്സിന്റെ ചിത്രമാണ്. ഇതാണ് ഫിലമെന്റസ് ആയിട്ട് കാണുന്ന ആൽഗെ എന്ന് പറഞ്ഞില്ലേ. ഫിലമെന്റസിന്റെ ഒക്കെ എക്സാമ്പിൾ ആയിട്ടാണ് ഈ ചിത്രം ഒക്കെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, റെഡി അല്ലേ? അത് യൂലോത്രിക്സ് എന്ന് പറയുന്ന
ആൽഗേന്റെ ചിത്രമൊക്കെയാണ് കൊടുത്തത്. പിന്നെ കണ്ടില്ലേ, ചില ആൽഗെ കുറച്ചും കൂടെ ഒരു ലീഫ് പോലെയൊക്കെ ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് കാണുമ്പോൾ ലീഫ് പോലുള്ള ഷേപ്പിലേക്കൊക്കെ വരുന്ന ടൈപ്പ് ആൽഗേനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, റെഡി. ഇനി ആൽഗെ റിലേറ്റഡ് ആയിട്ട് പറയുന്ന 1-2 ഇമ്പോർട്ടന്റ് ടേംസ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ചേക്കാം. ആൽഗേന്റെ കേസിൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ വെജിറ്റേറ്റീവ് ആയിട്ടോ അസെക്ഷൽ ആയിട്ടോ സെക്ഷൽ മെത്തേഡിൽ കൂടെയൊക്കെ റീപ്രൊഡക്ഷൻ നടക്കാം. വെജിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ വലിയ ഭാഗങ്ങളൊക്കെ മുറിഞ്ഞു കഷ്ണങ്ങളായിട്ട് ഓരോ കഷ്ണങ്ങളും പുതിയ പുതിയ ആൽഗയായി മാറുന്നതിനാണ് വെജിറ്റേറ്റീവ്. ഒരു ചെടീന്റെ കഷ്ണങ്ങളൊക്കെ മുറിച്ച് നടൂലേ, അതേപോലെ. അല്ലെങ്കിൽ അസെക്ഷൽ ആയിട്ട് നടക്കാം, അല്ലെങ്കിൽ സെക്ഷൽ ഗ്യാമീറ്റിന്റെ ഫ്യൂഷൻ നടന്ന് സെക്ഷൽ മെത്തേഡിലും നടക്കാം. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ അവിടെ കൊടുത്തു നോക്കുക. അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് അതിനെ സഹായിക്കുന്നത് ചില അസെക്ഷൽ ആയിട്ടുള്ള സ്പോർസ് ആണ്. അങ്ങനെയുള്ള അസെക്ഷൽ സ്പോറിന്റെ എക്സാമ്പിൾ ആണ് സൂസ്പോർ എന്നൊക്കെ പറയുന്ന സ്പോർ. ഫ്ലജെല്ലയുള്ള സ്പോർസ് ആണ് സൂസ്പോർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നതും വേറെ ചില സ്പോർസിന്റെ സഹായത്തോടു കൂടിയാണ്. സെക്ഷൽ സ്പോർ എന്നാണ് അറിയപ്പെടുക. 2 ഗ്യാമീറ്റ് ഫ്യൂസ് ചെയ്തിട്ടാണ് ആ കാര്യങ്ങൾ നടക്കുക. അപ്പൊ ഇവിടെ ഗ്യാമീറ്റിന്റെ ഫ്യൂഷൻ വെച്ചുകൊണ്ട് 2-3 വേർഡും സ്ഥിരം എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ഏരിയ ഉണ്ട്. ഇത് നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചേക്കുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കുക, ഒരുപാട് മുൻപേ ഉള്ള ടെക്സ്റ്റ് ഇപ്പോഴും ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പഴയ ടെക്സ്റ്റിലൊക്കെ ഒരുപാട് മുന്നുള്ള ടെക്സ്റ്റ് ഒക്കെ കുറച്ചു കാലം മുൻപേ അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. അത് വെച്ച് പഠിക്കുക. ഒരുപാട് മുന്നത്തെ NCERT നോക്കുമ്പോൾ ശ്രദ്ധിക്കാട്ടോ, ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. എസ്പെഷ്യലി ഈ ഭാഗത്തൊക്കെ കുറെ മാറ്റം വന്നിട്ടുണ്ട്. ക്ലാമിഡോമോണാസ് എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ ഒരുപാട് സ്ഥലത്ത് ടെക്സ്റ്റിൽ കാണുന്നുണ്ടെങ്കിൽ അത് പഴയ ടെക്സ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ആൽഗേന്റെ സൈസ് റേഞ്ച് ഫ്രം യൂണിസെല്ലുലാർ ടു ഫിലമെന്റസ് എന്നൊക്കെയാണ് പഴയ ടെക്സ്റ്റിൽ. യൂണിസെല്ലുലാറിന്റെ എക്സാമ്പിൾ ക്ലാമിഡോമോണാസ് എന്ന് കൊടുത്തിട്ടുണ്ടാവും. അത് പഴയ ടെക്സ്റ്റിലുള്ള കൺസെപ്റ്റ് ആണ്. ക്ലാമിഡോമോണാസ് എന്ന് പറയുന്ന സാധനത്തിന്റെ പേര് ഇപ്പൊ കേട്ടാ, ക്ലാമിഡോമോണാസ് എന്ന് പറയുന്ന ആളുടെ പേര് കേട്ട് കഴിഞ്ഞാൽ അത് മുൻപേ ആൽഗയിലായിരുന്നു. നമ്മളൊരു യൂണിസെല്ലുലാർ ആൽഗയായിട്ട് കൺസിഡർ ചെയ്തതാണ്. ബട്ട് നൗ ഇറ്റ് ഇസ് പ്ലേസ്ഡ് ഇൻ പ്രൊട്ടിസ്റ്റ. ഓക്കെ, ഇതിലാണ് പ്രൊട്ടിസ്റ്റന്റെ ഗ്രൂപ്പിലേക്ക് ഇവരെ മാറ്റിയതാണ്. പണ്ട് ആൽഗയായിരുന്നു. അപ്പൊ ഇപ്പോഴും ടെക്സ്റ്റിലൊക്കെ യൂണിസെല്ലുലാർ ക്ലാമിഡോമോണാസ് എന്നുള്ള ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ അത് പഴയ ടെക്സ്റ്റ് ആണ്, മാറ്റി പഠിക്കുക കേട്ടോ. പ്രൊട്ടിസ്റ്റ എന്ന് പറയുന്ന വിഭാഗം എന്ന് പറഞ്ഞാൽ ആരെയൊക്കെ കൂടിയാണ്? അമീബ, പാരമീസിയത്തിന്റെ ഒക്കെ കൂടേക്ക് മാറ്റിയിട്ടുണ്ട്. ആരെ? ക്ലാമിഡോമോണാസ് എന്ന് പറയുന്ന ജീവിനെ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക, ഈ സെക്ഷൽ റീപ്രൊഡക്ഷന് ഗ്യാമീറ്റിന്റെ ഫ്യൂഷൻ നടക്കണം. ആ ഗ്യാമീറ്റിന്റെ ഫ്യൂഷൻ റിലേറ്റഡ് ആയിട്ട് ഇവിടെ 2-3 കാര്യം, ഇവിടെയും പഴയതിൽ നിന്നും പുതിയ ടെക്സ്റ്റിൽ ചേഞ്ചസ് ഉള്ളതാണ്. ഈ ഗ്യാമീറ്റ്സ് ഫ്യൂസ് ചെയ്യുന്ന ഗ്യാമീറ്റ് ചിലപ്പോൾ എങ്ങനെയായിരിക്കാം? 2 ഗ്യാമീറ്റ് ഫ്യൂസ് ചെയ്യണം, മെയിലും ഫീമെയിലും ഫ്യൂസ് ചെയ്യണം അല്ലെ. അപ്പൊ മെയിലിനും ഫീമെയിലിനും ഒരേ സൈസാണ്. ഓക്കെ, 2 ആൾക്കും മൂവ് ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കാം. മെയിലും ഫീമെയിലും 2 എണ്ണം ഉണ്ട്, 2ഉം കാണുമ്പോൾ ഒരേപോലെ. 2 ആൾക്കും മൂവിങ് കപ്പാസിറ്റി ഉണ്ട്, 2 ആൾക്കാർക്കും സെയിം സൈസ് ആണ്. അങ്ങനെയാണെങ്കിൽ നോക്കിയോ, സെക്ഷൽ റീപ്രൊഡക്ഷൻ ടേക്സ് പ്ലേസ് ത്രൂ ഫ്യൂഷൻ ഓഫ് 2 gametes. These gametes can be flagellated and similar size. ഫ്ലജെല്ല ഉള്ളതും ഒരേ സൈസ് ഉള്ളതും ആണെങ്കിൽ അങ്ങനെയുള്ളതിനെ നമ്മൾ പറയാ എക്സാമ്പിൾ എന്താണെന്ന് നോക്കുക. യൂലോത്രിക്സ് എന്ന് പറയുന്ന ആൽഗെ, ഫിലമെന്റസ് ആയിട്ട് നേരത്തെ കണ്ട യൂലോത്രിക്സ് ആണ് ഇങ്ങനെയുള്ള ആൽഗയ്ക്ക് എക്സാമ്പിൾ. ഇവരെ മെയിൽ ഗ്യാമീറ്റും ഫീമെയിൽ ഗ്യാമീറ്റും സിമിലർ സൈസ് ആണ്, 2 ആൾക്കും ഫ്ലജെല്ലയുണ്ട്. ഓക്കെ, അപ്പോ അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു കണ്ടീഷൻ നോക്കുക. അതിലേക്ക് പോകുന്നതിന് മുൻപേ ഈ ടൈപ്പ് ഒരേപോലത്തെ ഗ്യാമീറ്റുകൾ തമ്മിലുള്ള ഫ്യൂഷനെയാണ് നമ്മൾ ഐസോഗ്യാമസ് എന്ന് പറയാം. ഐസോഗ്യാമസ് ഫ്യൂഷൻ എന്നാണ് പറയാം. ചില കേസിൽ 2 ആളും ഒരേ സൈസ് ആയിരിക്കും, ഐസോഗ്യാമസ് തന്നെയാണ്, പക്ഷേ ഫ്ലജൽ ഇല്ലാത്തതാ. ഫ്ലജലയിലെ 2 ആൾക്ക് ഉണ്ടാവാൻ പാടില്ല. നോൺ ഫ്ലജലേറ്റഡ്, അപ്പം മൂവ് ചെയ്യാൻ കഴിയില്ല, നോൺ മോട്ടൈൽ ആയിരിക്കും. ബട്ട് സിമിലർ സൈസ് ആണെങ്കിൽ അതിന്റെ എക്സാമ്പിൾ സ്പൈറോഗൈറ എന്ന് പറയുന്ന ആൽഗയാണ്. സ്പൈറോഗൈറയും നീണ്ടു വടി പോലെ കാണുന്ന ഫിലമെന്റസ് ആയിട്ടുള്ള ആൽഗയ്ക്ക് എക്സാമ്പിൾ ആണ്. ഓക്കെ, നോട്ട് ചെയ്ത് വെച്ചേക്കണം, ഇമ്പോർട്ടന്റ് ആണ് ഈ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള റീപ്രൊഡക്ഷനെയാണ് നമ്മൾ എന്ത് പറയാ? ഐസോഗ്യാമസ് എന്ന് പറയാം. ഓക്കെ, റെഡി അല്ലേ? ഇനി ഫ്യൂഷൻ നടക്കുന്ന 2 ഗ്യാമീറ്റുകൾ നോക്കുമ്പോൾ അവർ ഡിസിമിലർ സൈസ് ആണെന്ന് വിചാരിക്കാം. സൈസ് ഒന്ന് വലുതും ഒന്ന് ചെറുതുമാണ്. മെയിൽ ഫീമെയിൽ പറയുമ്പോൾ ഒരാൾ വലുതും ഒരാൾ ചെറുതുമാണെങ്കിൽ ഡിസിമിലർ ആണ്. അതിനെ നമ്മൾ പറയാം അനൈസോഗ്യാമസ് എന്നാണ്. അങ്ങനെയുള്ള കാറ്റഗറി കാണിക്കുന്ന ആൽഗേന്റെ എക്സാമ്പിൾ ആണ് യൂഡോറിന. എന്നാണ് യൂഡോറിന എന്ന് പറയുന്ന കണ്ടീഷൻ അനൈസോഗ്യാമസിൽ. ഇനി അനൈസോഗ്യാമസ് തന്നെ ഒരു സ്പെഷ്യൽ കണ്ടീഷൻ ഉണ്ട്. ഒരാൾ വലുത് ഒരാൾ ചെറുത് തന്നെയാണ്. പക്ഷെ നമ്മളെ ഹ്യൂമൻസിന്റെ ഒക്കെ കേസിൽ ഒന്ന് ആലോചിക്കുക, മനുഷ്യന്റെ ഒക്കെ കേസിൽ നോക്കുമ്പോൾ ഫീമെയില് ഓവം അല്ലെ, ഫീമെയിലിൻ്റെതാണ് അണ്ടകോശം അല്ലെങ്കിൽ ഓവം എന്ന് പറയുന്ന ഗ്യാമീറ്റ്. അത് റൗണ്ട് വലുതാണ്, മൂവിങ് കപ്പാസിറ്റി ഇല്ല. പക്ഷെ മെയിലിന്റെ കേസിൽ വരുമ്പോൾ സ്പേം ആണ്, ചെറുതാണ്, മൂവിങ് കപ്പാസിറ്റി ഉണ്ട്. അങ്ങനെയല്ലേ? അതേപോലത്തെ കണ്ടീഷനാണ് ആൽഗയിൽ കാണുന്നതെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേര് ഊഗ്യാമസ് എന്നാണ്. ഊഗ്യാമസ്. അപ്പൊ എന്താ വേണ്ടത്? ഫ്യൂഷൻ ബിറ്റ്വീൻ 1 ലാർജ് നോൺ മോട്ടൈൽ ആയ ഫീമെയിൽ ഗ്യാമീറ്റും സ്മോളർ ആയ മോട്ടൈൽ ആയ മെയിൽ ഗ്യാമീറ്റും തമ്മിലുള്ള ഫ്യൂഷൻ പറയുന്ന പേരാണ് എന്താ പറയാ? ഊഗ്യാമസ്. എക്സാമ്പിൾ നമ്മൾ നേരത്തെ കൊളോണിയൽ ആയിട്ട് പഠിച്ച നമ്മളെ വോൾവോക്സ് എന്ന് പറയുന്ന ആൽഗയും ഫ്യൂക്കസ് എന്ന് പറയുന്ന ആൽഗയുമാണ് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് വരാം. അപ്പൊ ഈ ഒരു കാര്യം പഠിക്കാം. സെക്ഷൽ റീപ്രൊഡക്ഷന്റെ കേസ് പഠിക്കാം. ഐസോഗ്യാമസ്, അനൈസോഗ്യാമസ്, ഊഗ്യാമസ്. ഐസോ എന്ന് പറഞ്ഞാൽ സൈസ് എല്ലാം സിമിലർ. ഓക്കെ, അതിൽ തന്നെ 2 കണ്ടീഷൻ, സെയിം സൈസും വിത്ത് ഫ്ലജെല്ല.
അപ്പൊ അവിടെയാണ് യൂഡോറിന. ഓക്കെ, സോറി യൂലോത്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ സെയിം സൈസ് വിത്തൗട്ട് ഫ്ലജല ഉണ്ട്, അതാണ് സ്പൈറോഗൈറ എക്സാമ്പിൾ. ഇനി ഡിഫറെന്റ് സൈസ് ഉള്ളതുണ്ട്, അതാണ് യൂഡോറിന. ഊഗ്യാമസ് ഉണ്ട്, അതിന് എക്സാമ്പിൾ ആണ് വോൾവോക്സും ഫ്യൂക്കസും കേട്ടോ. ഇവിടെയൊക്കെ ക്ലാമിഡോമോണാസ് ചിലപ്പോൾ പഴയ ടെക്സ്റ്റ് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് കാണാൻ പറ്റും. അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റി പഠിച്ചേക്ക് കേട്ടോ. ഇനി ആൽഗെ പഠിക്കുമ്പോൾ ഒഴിവാക്കാതെ പഠിക്കേണ്ട ഒരു ടേബിൾ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ആൽഗേനെ നമ്മൾ പഠിക്കാൻ വേണ്ടി 3 വിഭാഗങ്ങളാക്കി തിരിച്ചിട്ടാണ് പഠിക്കുക. എല്ലാ ആൽഗകളും ഒരേ കളറല്ല, പല പല കളറിലാണ് കാണാം. മെയിൻ ആയിട്ട് ആ കളർ കൊടുക്കുന്ന പിഗ്മെന്റിന്റെ വ്യത്യാസത്തിലാണ് ഇങ്ങനെ കളറിൽ കാണുന്നത് അല്ലെ. അപ്പൊ എങ്ങനെയാണ് തിരിച്ചിരിക്കുന്നത്? ക്ലാസ് ക്ലോറോഫൈസിയെ, ഫിയോഫൈസിയെ, റോഡോഫൈസിയെ എന്നാണ് ഡിവൈഡ് ചെയ്യുന്നത്. ക്ലോറോഫിൽ, ക്ലോറോപ്ലാസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം പച്ച കളറുമാണ്. സോ ഗ്രീൻ ആൽഗകൾ എന്നാണ് ക്ലോറോഫൈസിയയിലുള്ള ടീമിനെ അറിയപ്പെടുന്നത്. അപ്പൊ ഗ്രീൻ ആൽഗകൾ വരുന്ന ഗ്രൂപ്പിനെയാണ് ക്ലോറോഫൈസിയെ എന്ന് പറയാം. ഫിയോ എന്ന് പറഞ്ഞാൽ ബ്രൗൺ ആണ്. ഓക്കെ, ഇതാണ് ബ്രൗൺ ആൽഗകൾക്കാണ് ഫിയോഫൈസിയെ എന്ന് പറയുന്നത്. റോഡോ റെഡ് എന്ന് ആലോചിച്ചാൽ മതി, R for റെഡ്. ഓക്കെ, റെഡ്. അപ്പോൾ അത് മലയാളത്തിലാവുമ്പോൾ ഇത് ഗ്രീന് പച്ച എന്ന് വരും, ബ്രൗണിന് പകരം തവിട്ട് എന്നാണ് വരിക കേട്ടോ. തവിട്ട് ആൽഗകൾ എന്നാണ് കാണാം. ബ്രൗൺ ആൽഗെ, ദെൻ റെഡ് ആൽഗെ. ഇനി ഇത് ഗ്രീൻ ആവാനുള്ള കാരണം ഇമ്പോർട്ടന്റ് ആണ്. ഈ ടേബിളിലുള്ള എല്ലാ സാധനവും പ്രധാനപ്പെട്ടതാണ്. ആൽഗേനെ പഠിക്കുന്ന സമയത്ത് എല്ലാം പഠിച്ചിട്ട് റിവിഷൻ, ആൽഗേന്റെ റിവിഷൻ സെറ്റ് ചെയ്യാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേബിൾ ആണ് ഇത്. പഠിച്ചാൽ തന്നെ ആൽഗേനെ പറ്റിയുള്ള പകുതിയിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഗ്രീൻ കളർ ആയി പോകാനുള്ള കാരണം അതിൽ കാണപ്പെടുന്ന മെയിൻ ആയിട്ടുള്ള പിഗ്മെന്റ് ആണ്, മേജർ പിഗ്മെന്റ് ആണ് ഇത്. ക്ലോറോഫിൽ എന്റെ കൂടെ ബി ആണുള്ളത്. ക്ലോറോഫിൽ എയും ബിയും. ആ പച്ച മാറി ബ്രൗൺ ആവാൻ കാരണം ക്ലോറോഫിൽ എ എല്ലാത്തിലും കോമൺ ആയിട്ട് ഉണ്ടാവും. അതിന്റെ കൂടെ ഉള്ളവരെ വ്യത്യാസം കൊണ്ടാണ് മറ്റു കളർ വരുന്നത്. ക്ലോറോഫിൽ എല്ലാവർക്കും വേണം. മെയിൻ ഫോട്ടോസിന്തസിന്റെ റിയാക്ഷൻ സെന്റർ ആണ് ക്ലോറോഫിൽ എ എന്നൊക്കെ നമ്മൾ പഠിച്ചാണ്, അത് വേണം. അപ്പൊ എന്റെ കൂടെ ബിക്ക് പകരം ഇവിടെ എന്താണുള്ളത്? സി ആണ്. പിന്നെ ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് ആയ സാധനത്തിന് മെൻഷൻ ചെയ്യുന്നുണ്ട്, ഫ്യൂക്കോസാന്തിൻ എന്ന് പറയുന്ന വർണ്ണവസ്തു പിഗ്മെന്റ് ആണുള്ളത്, അതാണ് ബ്രൗൺ കൊടുക്കുന്നത്. ഇതിന്റെ ഏറ്റക്കുറച്ചിൽ കൊണ്ടാണ് കൂടുമ്പോഴും കുറയുമ്പോഴാണ് ഇവർ വേരിയസ് ഷെയ്ഡ്സിൽ കാണാൻ പറ്റുന്നത്. അതേപോലെ റെഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ക്ലോറോഫിൽ എ ഉണ്ട്, അതിന്റെ കൂടെ ഡി ആണുള്ളത്. പിന്നെ ഫൈക്കോ എറിത്രിൻ ആലോചിച്ച് വെക്കാൻ ഇമ്പോർട്ടന്റ് ആണ്. ഫൈക്കോ എറിത്രിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് ആണ് റെഡ് കളറിന് കാരണം. ഇനി ഇവര് ആഹാരം സ്റ്റോർ ചെയ്യുന്ന രീതി, ഗ്രീൻ ആൽഗകൾ സ്റ്റാർച്ച്, ഗ്ലൂക്കോസിന് ഉണ്ടാക്കിയാലും സ്റ്റാർച്ച് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുക. ബ്രൗൺ ആൽഗകൾ ഫുഡിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന രീതിക്ക് മാനിറ്റോളും ലാമിനാരിൻ എന്ന് പറയുന്ന രൂപത്തിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി റെഡ് ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള ഫ്ലോറിഡിയൻ സ്റ്റാർച്ചിന്റെ രൂപത്തിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുക. ഇനി ഇവരെ സെൽവോള്, ഗ്രീൻ ആൽഗേന്റെ സെൽവോള് ഗ്രീൻ ആൽഗെ ബേസ് ആണ്, സാധാരണ പ്ലാന്റ്സിനെ പോലെ. ഓക്കെ, അപ്പൊ സെല്ലുലോസ്, ഇത് സെല്ലുലോസിന്റെ കൂടെ ആൽഗിൻ എന്ന് പറയുന്ന ഒരു കവറിങ്ങും കൂടി ഉണ്ട് എക്സ്ട്രാ. ആർക്കാണ്? ബ്രൗൺ ആൽഗകൾക്ക്. ഇവിടെയാണ് സെല്ലുലോസ് കോമൺ ആയില്ലേ, പ്ലാന്റ് അല്ലേ ഇത്, അപ്പൊ സെല്ലുലോസ് കോമൺ ആയിരിക്കും. അതിന്റെ കൂടെ പെക്റ്റിൻ ഉണ്ട്, പോളിസൾഫേറ്റ് എസ്റ്റേഴ്സ്, ഇതൊക്കെ സെൽവോള് കാണപ്പെടുന്ന ആർക്കാണ്? റെഡ് ആൽഗേന്റെ കൂട്ടത്തിലാണ് കാണാം. അതേപോലെ നോക്കുക, ഇതിന്റെ ഗ്യാമീറ്റിനൊക്കെ നോക്കുന്ന സമയം നമ്മൾ പറഞ്ഞു നേരത്തെ ഫ്ലജല്ല ഉണ്ട് എന്നൊക്കെ പറഞ്ഞു, ഗ്യാമീറ്റിനെ പറഞ്ഞു അല്ലെ, സെക്ഷലും സെക്ഷലൊക്കെ. അപ്പൊ ആ ഫ്ലജല്ലേനെ പറ്റി ഇവിടെ ഒരു കാര്യം പറയാണ്. ക്ലോറോഫൈസിയ മെമ്പേഴ്സിൽ 2 മുതൽ 8 വരെ ഈക്വൽ സൈസൊക്കെ ഉള്ള മുകളിലായിട്ട് കാണുന്ന ഫ്ലജല്ലകൾ ഉണ്ടാവും. ബ്രൗൺ ആൽഗയ്ക്കാണെങ്കിലും 2 അണീക്വൽ, ഒന്ന് വലുതും ഒന്ന് ചെറുതൊക്കെ ആയിട്ടുള്ള ലാറ്ററൽ വശത്ത് ഫിറ്റ് ആക്കിയിരിക്കുന്ന ഫ്ലജല്ലേനെ കാണാൻ പറ്റും. പക്ഷെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ്. ഫ്ലജല എന്ന് പറയുന്നത് ആബ്സെന്റ് ആയിട്ടുള്ളത് ഏത് ഗ്രൂപ്പിലാണ്? ഏതിനാണ്? റോഡോഫൈസിയയിലാണ് വരിക കേട്ടോ. റെഡ് ആൽഗയ്ക്കാണ് ഫ്ലജല ആബ്സെന്റ് ആയിട്ടുള്ളത്. ഇനി ഇവരെ ഹാബിറ്റേറ്റ് പറയാൻ എവിടെയോ കാണുന്നത്? എന്തായാലും എല്ലാവരും വാട്ടറിലാണ് ഉണ്ടാവുക. ഗ്രീൻ ആൽഗെ പറയുമ്പോൾ ഫ്രഷ് വാട്ടറിൽ, ബ്രാക്കിഷ് വാട്ടറിൽ, സോൾട്ട് വാട്ടറിലൊക്കെ കാണാം. ഇവര് ബ്രൗൺ ആണ് ഫ്രഷ് വാട്ടറിൽ, ബ്രാക്കിഷ് റെയർ ആയിട്ടാണ് ഫ്രഷ് വാട്ടർ. പിന്നെ മറൈനിലേക്ക് ഇങ്ങനെ പോവുകയാണ് ചെയ്യുക. ഓക്കെ, ബ്രാക്കിഷ് വാട്ടർ, സോൾട്ട് വാട്ടറിൽ കാണാം. ഇവരും ഫ്രഷ് വാട്ടറിൽ വളരെ സം ഓർ റെയർ എന്ന് കൊടുത്തിട്ടുണ്ട്. മെയിൻ ആയിട്ട് കോമൺ ആയിട്ട് കാണുന്ന ഗ്രീൻ ആൽഗേനെയാണ് ഫ്രഷ് വാട്ടറിൽ കാണുന്നത്. ബ്രാക്കിഷ് വാട്ടർ, സോൾട്ട് വാട്ടറിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ. ഇതിനെ കടൽ വെള്ളത്തിലൊക്കെയാണ് നമ്മൾ റെഡ് ആൽഗേനെയൊക്കെ കാണുന്നത്. അപ്പൊ ഈ ക്ലാസിഫിക്കേഷനും ഈ ടേബിളും വളരെ നന്നായിട്ട് തന്നെ പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത് വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് എടുത്താൽ മതി. ഇവിടെ 1-2 ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് എ കൊളോണിയൽ ആൽഗെ? സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞല്ലേ. ഏതാണ് കൊളോണിയൽ ആൽഗെ? ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഇങ്ങനെ ആലോചിച്ച്, കോളനി ആയിട്ട് നമ്മൾ ബസ് കയറുന്നു, ബസ്സിന്റെ പേരൊക്കെ എന്തായിരുന്നു? വോൾവോ എന്നൊക്കെ പറഞ്ഞ ഓർമ്മയില്ലേ അല്ലെ? വോൾവോക്സ്. ഓക്കെ, വോൾവോക്സ് ആണ് എക്സാമ്പിൾ. ഫൈൻഡ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അഗർ ഇസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ഗ്രാസിലേറിയ, Chlorella is used in space food. Mannitol is a food reserve of Rhodophyceae. Algin is produced by algae. എന്താണ് വേണ്ടത്? അപ്പൊ ഇത് സ്ഥിരം ചോദിക്കുന്നതാണ്.
റെഡിന്റെയും ബ്രൗണിന്റെയും ഒക്കെ ആൽഗേന്റെ പേര് വെച്ചിട്ടൊക്കെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കും അല്ലെ. അപ്പൊ അതിൽ മെയിൻ ആയിട്ട് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഫിയോഫൈസിയെ അല്ലെങ്കിൽ ബ്രൗൺ ആൽഗയിൽ വരുന്ന എക്സാമ്പിൾസ് ഏതൊക്കെയാണ് എന്നുള്ളത് സ്ഥിരം ചോദിക്കും. അതുപോലെ റോഡോഫൈസിയെ അല്ലെങ്കിൽ റെഡ് ആൽഗയിൽ വരുന്ന എക്സാമ്പിളും അതിനാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്താണ് LED എന്ന് കൊടുക്കുക, LED. അതേപോലെ SF എന്ന് കൊടുക്കുക, LED SF. L4 എന്താണ് ലാമിനാരിയ എന്ന് പറയുന്ന സാധനമാണ്, ലാമിനാരിയ. ഓക്കെ. ദെൻ E for എക്ടോകാർപ്പസ് എന്നാണ് പറയാ. D ഡിക്റ്റിയോട്ട എന്ന് പറയുന്നതാണ്. S സർഗാസം എന്നാണ് പേര്, സർഗാസം. ആൻഡ് F for ഫ്യൂക്കസ്. അപ്പൊ ഇത്രയും ആൾക്കാരെ എവിടെ നോട്ട് ചെയ്യുക? ബ്രൗൺ ആൽഗയിലാണ് വരിക. റെഡ് ആൽഗേനെ പഠിക്കാനുള്ള ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, G2 P2 എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കോമൺ ആയിട്ട് നമ്മൾ PG ഒക്കെ കഴിഞ്ഞവരാണ്, അപ്പൊ PG2 എന്ന് കൊടുക്കാം, അല്ലെ P2 G2. ഇതാണ് വേണ്ടേ. Pയിൽ തുടങ്ങുന്ന രണ്ടെണ്ണം, Gയിൽ തുടങ്ങുന്ന രണ്ടെണ്ണം. ഓക്കെ, ഏതൊക്കെയാണ്? പോളിസിഫോണിയ ആണ് ഒരെണ്ണം, പോളിസിഫോണിയ. ഓക്കെ, നെക്സ്റ്റ് പോർഫൈറ, ദെൻ ഗ്രാസിലേറിയ, ആൻഡ് നെക്സ്റ്റ് ജെലീഡിയം. ഇത്രയും സാധനങ്ങളുണ്ട്. ഓക്കെ, ഇതില് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഗ്രാസിലേറിയ ആൻഡ് ജെലീഡിയം. ഗ്രാസിലേറിയ പറയുമ്പോൾ തന്നെ അതിന്റെ കൂടെ ജെലീഡിയത്തിനെ ഓർമ്മിക്കുക. ജെലീഡിയം പറയുമ്പോൾ ജെല്ലി പോലത്തെ ഒരു സാധനത്തിനെ കണക്ട് ചെയ്താൽ കിട്ടും. ജെല്ല് പോലെയുള്ള അഗർ കിട്ടുന്നത് ഏത് ആൽഗയിൽ നിന്നാണ്? സ്ഥിരം ചോദിക്കുന്ന PYQ ആണ്. ഗ്രാസിലേറിയ ജെലീഡിയത്തിൽ നിന്നാണ് അഗർ കിട്ടുന്നത്. അഗർ ഇസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ഗ്രാസിലേറിയ. ശരിയാണ് അല്ലെ. ജെലീഡിയം. ക്ലോറല്ല ഈസ് യൂസ്ഡ് ഇൻ സ്പേസ് ഫുഡ്. ക്ലോറല്ല എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ ആൽഗേനെ കൂടെ പഠിച്ചത് തന്നെയാണ്. പക്ഷേ നമ്മൾ ക്ലാമിഡോമോണാസ് പോലെ ഇപ്പൊ നമ്മൾ എന്തിലേക്ക് മാറ്റിയതാണ്? പ്രൊട്ടിസ്റ്റിലേക്ക് മാറ്റിയ സാധനമാണ് ക്ലോറല്ല എന്ന് പറഞ്ഞാൽ. ഓക്കെ, അത് യൂണിസെല്ലർ ആൽഗേ എന്ന് പറഞ്ഞു കൊണ്ടുവന്നതാണ്. ഇതിനെയാണ് സ്പേസ് ട്രാവലേഴ്സ് ഒക്കെ ഫുഡിനൊക്കെ വേണ്ടിയിട്ടൊക്കെ അവർ ടാബ്ലറ്റ് ഫോമിലൊക്കെ ആക്കി മാറ്റിക്കൊണ്ടുവന്ന പ്രോട്ടീൻ റിച്ച് ആയതുകൊണ്ട് ഉപയോഗിക്കും. മാനിറ്റോൾ ഇസ് എ ഫുഡ് റിസർവ് ഓഫ് റോഡോഫൈസിയെ. നോക്കിയേ, മാനിറ്റോൾ എന്ന് പറയുന്നത് ലാമിനാരിൻ, മാനിറ്റോൾ. നിങ്ങൾ ഒരു ടേബിൾ പഠിച്ചില്ലേ നേരത്തെ? ലാമിനാരിനും മാനിറ്റോളും ആരുടെ ഫുഡാണ്? ബ്രൗൺ ആൽഗേന്റെ ഫുഡാണ് അല്ലെ. പക്ഷെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ഇത് റോഡോഫൈസിയെ എന്നാണ് പറയുന്നത്. അപ്പൊ അതാണ് ഇവിടുത്തെ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ആൽഗിൻ കിട്ടുന്നത് ആൽഗേന്നാണ്. ശരിയാണ്, ബ്രൗൺ ആൽഗേന്നാണ് കിട്ടുന്നത്. യെസ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് നോൺ ഫ്ലജലേറ്റഡ് ഐസോഗ്യാമസ്? ഐസോഗ്യാമസിന്റെ രണ്ട് കണ്ടീഷൻ ആണ്, ഫ്ലജല്ല ഉണ്ടാവാം അല്ലെ ഫ്ലജല്ല ഇല്ലാതിരിക്കാം അല്ലെ. ഫ്ലജല്ല ഇല്ലാത്ത ഐസോഗ്യാമസിന് ഏത് എക്സാമ്പിൾ പഠിച്ചെന്ന് ഓർമ്മയുണ്ടോ? യെസ്, പൈറോഗൈറ എന്ന് പറയുന്നതാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, ദെൻ മാനിറ്റോൾ ഇസ് എ റിസർവ് ഫുഡ് ഫൗണ്ട് ഇൻ ലാമിനാരിൻ. മാനിറ്റോൾ, ലാമിനാരിയ എന്ന് പറയുന്ന ആൽഗെ വരുന്നതും ലാമിനാരിൻ എന്ന് പറയുന്ന ഫുഡ് റിസർവ് വരുന്നതൊക്കെ ആരെ കൂട്ടത്തിലാണ്? ഫിയോഫൈസിയിലാണ് വരുന്നത്, ബ്രൗൺ ആൽഗയിലാണ് വരുന്നത്, LED SF-ലാണ് വരുന്നത്. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം അല്ലെ. ഏതാണ് LED SF പറയുമ്പോൾ? F ഇവിടെ ഉണ്ട്, ഫ്യൂക്കസ്. ഇത് റെഡ് ആൽഗയാണ്. ക്യാര എന്ന് പറഞ്ഞാൽ ഗ്രീൻ ആൽഗേന്റെ എക്സാമ്പിൾ ആണ് കേട്ടോ. ക്യാര, വോൾവോക്സ്, ദെൻ സ്പൈറോഗൈറ, ഇവരൊക്കെ യുലോത്രിക്സ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഗ്രീൻ ആൽഗേന്റെ കാറ്റഗറിയിൽ വരുന്നവരാണ് എന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ഭാഗങ്ങൾ പഠിക്കുക. ഇതാണ് ആൽഗയിലൊക്കെ സ്ഥിരം ചോദിക്കുന്ന ഭാഗം. അപ്പൊ നന്നായിട്ട് +1 പ്ലാൻ കിങ്ഡം എന്ന് പറയുന്ന ഒരു ടോപ്പിക് കവർ ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ആൻസേഴ്സ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ പ്ലാൻ കിങ്ഡത്തിലെ മറ്റുള്ള വിഭാഗത്തിനെ പറ്റി ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് പറയുകയാണെങ്കിൽ ബ്രയോഫൈറ്റ്സിനെ പറ്റി സ്ഥിരം ചോദിക്കുന്ന കാര്യമാണ്. ഏതാണ്? ആംഫീബിയൻസ് ഓഫ് പ്ലാൻ കിങ്ഡം അല്ലെ. ആംഫീബിയൻസ് ഓഫ് പ്ലാൻ കിങ്ഡം എന്ന് നമ്മൾ വിളിക്കുന്നത് ഇവരെയാണ്. സസ്യലോകത്തിലെ ഉഭയജീവികൾ എന്ന് വിളിക്കുന്നതാണ് ബ്രയോഫൈറ്റ്സിനെ. കാരണം ദേ ക്യാൻ ലീവ് ഇൻ ലാൻഡ്, പക്ഷെ വാട്ടർ ഇസ് എസെൻഷ്യൽ ഫോർ സെക്ഷൽ റീപ്രൊഡക്ഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്താൻ വെള്ളം വേണം, പക്ഷെ കരയിൽ ജീവിക്കുക. രണ്ടും ഷെയർ ചെയ്യുന്നതുകൊണ്ടാണ് ആംഫീബിയൻസ് എന്ന് പറയുന്നത്. അതേപോലെ ടെറിഡോഫൈറ്റ്സിനെ പറ്റി പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് എന്താ? ടെറിഡോഫൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരം ചോദിക്കുന്നതാണ്. അവരെയാണ് വാസ്കുലാർ ക്രിപ്റ്റോഗ്യാംസ് എന്നാണ് പറയുക. വാസ്കുലാർ ക്രിപ്റ്റോഗ്യാംസ് എന്നാണ് അറിയപ്പെടുക. വാസ്കുലാർ എന്ന് പറഞ്ഞാൽ എന്താ? സൈലം ഫ്ലോയം എന്ന് പറയുന്ന സ്ട്രക്ചർ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്? ഇവിടെ വെച്ചിട്ടാണ്. ടെറിഡോഫൈറ്റ് മുതലാണ് സൈലവും ഫ്ലോയും കാണുന്നത്. ആൽഗയിലില്ല, ബ്രയോഫൈറ്റ്സിലില്ല അല്ലെ. ഓക്കെ, ദെൻ ജിംനോസ്പേംസിനെ നമ്മൾ എന്താ വിളിക്കുക? ജിംനോസ്പേംസിനെ നമ്മൾ സ്ഥിരം പറയുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേം ആണ്. ഏതാണ്? നേക്കഡ് സീഡഡ് പ്ലാന്റ്സ് അല്ലെ. നേക്കഡ് സീഡഡ് പ്ലാന്റ്സ് എന്നാണ് പറയാ. അപ്പൊ അവർക്ക് സീഡ് ഉണ്ടാവും, സീഡ് ഉണ്ട്, സീഡ് പ്രസന്റ് ആണ്, പക്ഷെ എന്താണ്? ഫ്രൂട്ട് ഇല്ല അല്ലെ. ഫ്രൂട്ട് ആബ്സെന്റ് ആണ്. ഫ്രൂട്ട് ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? ഫ്ലവർ ആബ്സെന്റ് ആയതുകൊണ്ടാണ്. ഫ്ലവർ ആബ്സെന്റ് ആയതുകൊണ്ട് ഫ്രൂട്ട് ഇല്ല, പക്ഷെ സീഡ് ഉണ്ട്. സീഡ് ഇങ്ങനെ ജസ്റ്റ് നേക്കഡ് ആയിട്ട് പുറത്ത് കാണാം. നേക്കഡ് സീഡഡ് പ്ലാന്റ്സ് എന്നാണ് പറയാം. ഇനി അതേപോലെ നെക്സ്റ്റ് നമ്മൾ ആൻജിയോസ്പേംസിന്റെ കാറ്റഗറി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി നമ്മൾ ഏറ്റവും ഹയർ ആയിട്ടുള്ള ആൻജിയോസ്പേംസിനെ എടുക്കുകയാണെങ്കിൽ അവരെയാണ് നമ്മൾ എന്ത് പറയേണ്ടത്? ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയേണ്ടത്. അപ്പൊ എല്ലാ ഫ്ലവർ ഉള്ള പ്ലാന്റ്സും, അത് ഹെർബ് ആവട്ടെ, ഷ്രബ് ആവട്ടെ, ക്ലൈംബേഴ്സ് ആവട്ടെ, ട്രീ ആവട്ടെ, എല്ലാവരും ഫ്ലവർ ഉണ്ടെങ്കിൽ ഫ്ലവറിംഗ് പ്ലാന്റ്സിനെയാണ് നമ്മൾ ആൻജിയോസ്പേംസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇത് ഏറ്റവും ഹൈലൈറ്റഡ്
പോയിന്റ് മാത്രമാണ് പറഞ്ഞത്. അപ്പം സൈലം ഫ്ലോയം സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെ നിന്ന് തൊട്ടിട്ടാണ്? ടെറിഡോഫൈറ്റ്സിൽ തൊട്ടാണ്. എന്ന് പറഞ്ഞാൽ ടെറിഡോഫൈറ്റ്സിലുണ്ട്, ജിംനോസ്പോമിലുണ്ട്, ആൻജിയോസ്പോമിലുണ്ട്, എല്ലാവരിലും ഉണ്ട്. ഓക്കെ, പക്ഷെ എല്ലാ ട്രക്കീഡ്സും വെസൽസും എല്ലാ മെമ്പേഴ്സോടും കൂടിയിട്ടുള്ളതിനെ കാണുന്നത് നമ്മൾ ആൻജിയോസ്പോംസിലാണ്. ജിംനോസ്പോമിന്റെ കേസിലേക്ക് വരുമ്പം സൈലത്തിലെ വെസൽസ് എന്ന് പറയുന്നതും ഫ്ലോയത്തിലെ കമ്പാനിയൻ സെൽസും ആബ്സെന്റ് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ എന്തായാലും വാസ്കുലാർ ടിഷ്യൂസ് ആയ സൈലത്തിനെയും ഫ്ലോയത്തിനെയും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ പക്ഷേ ടെറിഡോഫൈറ്റ്സിനെ ക്രിപ്റ്റോഗ്യാംസ് എന്നാണ് നമ്മൾ പറയുന്നത്. എന്തുകൊണ്ടാണ് ക്രിപ്റ്റോഗ്യാംസ് എന്ന് പറയുന്നത്? ഫ്ലവർലെസ് ആയതുകൊണ്ടാണ് അല്ലെ. ഫ്ലവർലെസ് ആണ്, ഫ്ലവർ ഇല്ല, ഫ്ലവർ ഉണ്ടാക്കാനുള്ള കഴിവില്ല. അതേപോലെ സീഡ്ലെസ് ആണ്, സീഡ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ക്രിപ്റ്റോഗ്യാംസ് എന്ന് പറയുന്നത്. സീഡ് ഉണ്ടാവുന്നത് ആർക്കൊക്കെയാണ്? ജിംനോസ്പോമിനും ആൻജിയോസ്പോമിനും ആണ് സീഡ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് അവരെ നമ്മൾ ഫെനറോഗ്യാംസ് എന്നാണ് പറയാം. ജിംനോസ്പോം ആൻജിയോസ്പോമും ഫെനറോഗ്യാംസ് ആണ് അറിയപ്പെടുക, കാരണം അവർക്ക് സീഡ് ഉണ്ട്. സീഡ് ഇല്ലാത്തവരാണ് ആൽഗകള്, ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ്. അവരെയൊക്കെ നമ്മൾ ക്രിപ്റ്റോഗ്യാംസ് എന്ന് പറയുന്ന വിഭാഗത്തിലാണ് പെടുത്താം. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ പ്ലാന്റ് കിങ്ഡം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ പറ്റി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് മാത്രമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. മെയിൻ ആയിട്ട് ആൽഗേനെ പറ്റി കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞു, ബ്രയോഫൈറ്റ്സിലൊക്കെ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്റ്റും പറഞ്ഞു. റെഡി, ക്ലിയർ? ഓക്കെ, എന്തായാലും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് ഒരു റിവിഷൻ ചെയ്യുന്ന ഒരു സമയത്ത് ഈ വീഡിയോ കുറച്ചും കൂടെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇതേപോലുള്ള കൂടുതൽ വീഡിയോസ് ആയിട്ട് നിങ്ങൾക്ക് വീണ്ടും കാണാം. ഓക്കെ.